നോമ്പിന്റെ കാര്യം വ്യത്യസ്തമൊന്നുമില്ല. മനുഷ്യൻ സജീവമായി ധർമ്മനിഷ്ഠനാവണമെങ്കിൽ അവന് പുതിയ കാലത്ത് വരുന്ന പ്രലോഭനങ്ങളെ എല്ലാം അതിജയിക്കാൻ കഴിയണം. എല്ലാത്തിനോടും യെസ് പറയുന്നതാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു അധർമ്മം കാണിക്കുമ്പോഴേക്ക് അതൊക്കെ എന്ന് പറയാൻ, ഏതെങ്കിലും ഒരു സിനിമാ നടൻ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിക്കുമ്പോഴേക്ക് അതെനിക്ക് സ്വീകാര്യമാണെന്ന് അതിനോട് സമരസപ്പെടാൻ, ഇങ്ങനെ എല്ലാ അബദ്ധചലനത്തോടുമൊപ്പം മനുഷ്യൻ പോകുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃത്തികേടുകൾ നമ്മൾ കാണേണ്ടി വരുന്നത്. അസമയത്ത് നോ പറയാൻ പഠിപ്പിക്കാൻ ചില സംഗതികൾ വേണം. പ്രധാനമായും നമ്മുടെ നോമ്പ് അതിലും മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ മലയാളത്തിൽ തന്നെ പുസ്തകമുണ്ട്, വിജയത്തിന് നോ പറയുക എന്ന്. യെസ് പറഞ്ഞ ഒപ്പം കൂടിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റൂല. പിന്നെ അത്രമേൽ സ്വാത്വികരാകുന്ന ആളുകളോട് മാത്രം നമ്മൾ സഹവസിക്കണം. അങ്ങനെ വരുമ്പോ അവരുടെ ജീവിതം മൊത്തം നമ്മൾ എസ് പറഞ്ഞ് പിറകെ കൂടാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് ഇന്ന് സാധ്യമായ രീതിയിൽ ഏത് കാര്യങ്ങളോടും നമ്മൾ അനുകൂലിച്ച് എസ് പറഞ്ഞ് മുന്നോട്ട് പോയാൽ തീർച്ചയായും ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തോറ്റുപോകും.